അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അറബി പെഡഗോജി അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഇനി 1-2 ക്ലാസ്സുകളോടുകൂടി തന്നെ ഇന്നത്തെ സെഷന് ശേഷം ഒരു 1-2 ക്ലാസ്സുകൾ കൊണ്ട് തന്നെ നമ്മൾ അവസാനിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയാം, പരീക്ഷയ്ക്ക് ചോദ്യം വരാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, വളരെ പ്രധാനമെന്നല്ല, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഈ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് സമയം കിട്ടുമ്പോൾ PYQ ഡിസ്കഷനിൽ എന്ത് ചെയ്യാം, കുറെ അധികം ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. ഒരു ചോദ്യത്തിന് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. മീസത്തി തഅല്ലുമൻ ബഅദ്. നമ്മളെ പല ആൾക്കാരും ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്തിട്ടുള്ളവരാണ്. അതിനെയാണ് നമ്മൾ പറയാ തഅല്ലും അൻ ബുഅദ് എന്ന് പറയാം. അതിന്റെ പ്രത്യേകത എന്താണ്? യുവഫിറുൽ വഖത്ത്, സമയ ലാഭമാണ്. യദമ്മിറു മഹാറാത്തു ശഖ്സിയത്തി ലദൽ മുതഅല്ലിം, ഒരു വിദ്യാർത്ഥിയുടെ അടുക്കലുള്ള വ്യക്തിപരമായിട്ടുള്ള കഴിവുകളെ, മഹാറാത്തു ശഖ്സിയ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളെ, യദമ്മറ അത് തകർക്കുന്നു. അത്തനക്കല മിൻ മക്കാൻ ഇലാ മക്കാനിൻ ആഖിർ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. കുല്ല സ്വഹീഹ്, എല്ലാം ശരിയാണ്. തദമ്മറുമിൻ കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഈ ഇദുമ്മിർ മഹാറാത്തുൻ ശഖ്സിയത്തുൽ ലദൽ മുതഅല്ലിം, വിദ്യാർത്ഥിയുടെ അടുക്കലുള്ള പേഴ്സണൽ സ്കിൽസിനെ തകർക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാ തകർക്കാന്ന് നിങ്ങൾക്കറിയാം? നമ്മളിപ്പോ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നൊരു സാധനം ഉണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി ഡിസ്റ്റൻസ് ലേണിംഗ് നടക്കുന്നുണ്ടോ? ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ? കുട്ടി കാണാപാഠം പഠിച്ചു പോയതല്ലേ നടക്കുള്ളൂ? ആണോ? കാണാതെ പഠിച്ചു പോയി പരീക്ഷ എഴുതുക, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി എക്സാം എഴുതുക എന്നുള്ളതല്ലേ നടക്കുള്ളൂ. അല്ലാതെ ഒരു ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുന്നത്രത്തോളം എഫക്റ്റീവായിട്ടൊരു ഡിസ്റ്റൻസ് ലേണിംഗ് എഡ്യൂക്കേഷൻ നടക്കാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവന്റെ വ്യക്തിത്വത്തെ തകർക്കുകയാണ് സത്യത്തിൽ ചെയ്യുക. പിന്നെ ആ തനക്കലമിൻ മക്കനിൽ ആഖിർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ഡിഗ്രി കേരള യൂണിവേഴ്സിറ്റിയിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള എനിക്കിരുന്ന് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൻട്രലിൽ പോയി ചെയ്യണമെന്ന് ഒരു നിർബന്ധമല്ല. അതേപോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു എഡ്യൂക്കേഷൻ ഇന്ന് എന്താണ് ബാംഗ്ലൂരിലുള്ള ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേണ്ട ന്യൂഡൽഹിയിലുള്ള എക്സാം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഇനി അതും പോരാ, നിങ്ങൾക്ക് ഇവിടെ നിന്നും പോരാ, ന്യൂയോർക്കിൽ നിന്ന് ചെയ്യണമെങ്കിൽ അതും പറ്റും. ഇതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രത്യേകത. എനിവെയർ എനി കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതാണ് തനക്കുലു മിൻ മക്കാൻ ഇലാ ആഖിർ എന്ന് പറയാം. തഅല്ലും ഔ തഅലീമൻ ബുഅദ് അമലിയത്തൻ തഅലീമിയത്തൻ തഹദസു മിൻ ദൂനി തവാഹിദി തുല്ലാബ് ഫി ജസദിയൻ ഫി ഖഅദി ദർസ്. സംഭവം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. തഅലീമിയ എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. തഹദസു അത് ഹാപ്പൻസ്, ഇറ്റ്സ് ഹാപ്പൻസ് അത് സംഭവിക്കുന്നു. മിൻ ദൂനി തവാഹിദി തുല്ലാബ്, കുട്ടികൾ ഒരുമിച്ച് കൂടാതെ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ജസദിയൻ ശാരീരികമായി ഫി ഖഅദി ദർസ്, ഇവിടെ ക്ലാസ് മുറിയിൽ ശാരീരികമായി ഒരു വിദ്യാർത്ഥി പങ്കെടുക്കാതെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ഇന്റർനെറ്റ് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം എന്നുള്ളതാണ്. അത് ഇത്രയും ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സുഹൂലത്തുൽ വുസൂൽ അൽ മഅലൂമാത്ത്, നോളജിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നോളജ് കിട്ടണം എന്നുണ്ടെന്നാണ് ക്ലാസ് മുറി. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവൂല, ക്ലാസ്സുകളൊന്നും ഉണ്ടാവൂല. ക്ലാസ്സുകളുള്ള യൂണിവേഴ്സിറ്റി കണ്ട്, ഇപ്പൊ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നതോളം എനിക്കറിയാം
എല്ലാ സാറ്റർഡേസോ സൺഡേസിലും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കുട്ടികൾ വരുന്നില്ല, അതാണ് ഏറ്റവും വലിയ വസ്തുത. എങ്കിൽ കൂടിയും അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അവർക്ക് ചോയ്സ് ആണ്, വരെയോ വരാതിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അവർക്ക് എന്തുണ്ടാവും, ലേണിംഗ് മെറ്റീരിയൽ SLM ഉണ്ടാവും. SLMൽ എന്ത് ചെയ്യാം, അവർക്ക് ഇരുന്ന് വായിച്ച് പഠിക്കാം. അപ്പൊ പെട്ടെന്ന് നോളജ് എത്താൻ പറ്റും. പിന്നെ സമയ ലാഭമാണ്, അതായത് അവർക്ക് ആ സമയം മറ്റുള്ള കാര്യങ്ങൾക്ക് ചെയ്യാം. പിന്നെ കുട്ടിയുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഹൃദയത്ത് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അൽ മറൂന ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റി എന്താ? എന്താ ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ആർക്കും എവിടെ വെച്ചും എന്തും ചെയ്യാം എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? മനസ്സിലായോ? ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ആർക്കും എവിടെ വെച്ചും എന്തും ചെയ്യാം എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഫ്ലെക്സിബിൾ ആണെന്ന് പറയാം. ബ്രൈറ്റ് അക്കാഡമിയുടെ ക്ലാസ് ഫ്ലെക്സിബിൾ ആണോ? ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. ഫ്ലെക്സിബിൾ ആണോ? പെട്ടെന്ന് മനസ്സിലാവുന്നതാണോ? എന്താ അവസ്ഥ? ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? മലയാളം കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ ഭാഷ പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇനി ഡേവിഡ് അസുബൽ, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പേരായിരിക്കും, ഡേവിഡ് അസുബൽ. പെഡഗോജി ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഇല്ല? ഓക്കെ. ഹുവ മുഖത്തരിക്കും ഇസ്തിറാത്തീജിയ. ഈ ഡേവിഡ് അസുബൽ കൊണ്ടുവന്ന ഒരു മോഡൽ ഉണ്ട്. ഏത് മോഡലാണ് മൂപ്പര് കൊണ്ടുവന്നത്? മോഡൽ തദ്രീബുൽ ഇസ്തിഫ്ഹാമി, എൻക്വയറി ട്രെയിനിങ് മോഡലാണോ? മോഡൽ അൽ മുനല്ലിമാത്തുൽ മുത്തഖദ്ദിമ, അഡ്വാൻസ് ഓർഗനൈസർ മോഡലാണോ? മോഡൽ ഹല്ലുൽ മുഷ്കിലാത്ത്, പ്രോബ്ലം സോൾവിംഗ് മോഡലാണോ? മോഡൽ ഇക്തിസാബുൽ മആരിഫ്. എന്താ മോഡൽ ഇക്തിസാബുൽ മആരിഫ് എന്ന് വെച്ചാൽ എന്താ? നോളജ് അക്വിസിഷൻ മോഡലാണോ? നോക്കാം. മുനല്ലിമാത്തുൽ മുത്തഖദ്ദിമയാണ്. മുനല്ലിമാത്തുൽ മുത്തഖദ്ദിമ എന്ന് വെച്ചാല് അഡ്വാൻസ് ഓർഗനൈസർ മോഡലാണ്. ഡേവിഡ് ഒസുബൽ കൊണ്ടുവന്നതാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞ സംഭവം. പഠിച്ചിട്ടില്ലേ ഇത്? സൈക്കോളജിയിൽ പഠിച്ചിട്ടില്ലേ അഡ്വാൻസ് ഓർഗനൈസർ? ഡേവിഡ് ഒസുബലിന്റെ പഠിപ്പിച്ചില്ലേ ടീച്ചർ? പറഞ്ഞതാണ് അല്ലേ? ഓർഗനൈസർ മോഡലിലൊക്കെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇപ്പം പ്രധാനപ്പെട്ട ചില മോഡൽസുകളാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഒസുബലിന്റെ. പിന്നെ അതുപോലെ തന്നെ മോഡൽ ഇക്തിസാബുൽ മആരിഫ്, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്നാണ് കേട്ടോ. നോളജ് അക്വിസിഷൻ മോഡൽ എന്നല്ല, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്നാണ്. ചെറിയ മിസ്റ്റേക്ക് ആണ്, തിരുത്തണം. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്നാണ്. ഇക്തിസാബ് എന്ന് വെച്ചാൽ അക്വിസിഷൻ അഥവാ അറ്റൈൻമെന്റ് എന്നുള്ളതാണ്. മാരിഫ് എന്ന് വെച്ചാൽ നോളജ് അഥവാ കൺസെപ്റ്റ് എന്നാണ്. അത് കൊണ്ടുവരുന്നത് ബ്രൂണർ, ഓസ്റ്റിൻ, ഗുട്ട്നോ, ഇങ്ങനെ 3 ആൾക്കാർ ചേർന്നുകൊണ്ടാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ കൊണ്ടുവരുന്നത്. ഇതിനേക്കാൾ മുമ്പ് മോഡൽ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്ന ആൾക്കാരാണ് മാർഷ വെയിലും ബ്രൂസ് ജോയ്സും. ഇവര് ചേർന്നിട്ടാണ് ആദ്യമായിട്ട് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ള സംഭവം അവതരിപ്പിക്കുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട 2 മോഡൽസ് ആണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡലും മോഡൽ ഇക്തിസാബുൽ മആരിഫ്. അപ്പൊ എന്താണെന്ന് കൂടി നമുക്ക് ചെറുതായിട്ട് നോക്കാം. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡല് ബ്രൂണർ, ഗുട്ട്നോ, ജോർജ് ഓസ്റ്റിൻ, ഇത്രയും 3 പേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ കൊണ്ടുവരുന്നത്. അതായത് കൺസെപ്റ്റ് എന്ത് ചെയ്യുക? കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കുക. ആ കൺസെപ്റ്റിനിടയിലുള്ള വിശേഷണങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ വിശേഷണങ്ങളിലുള്ള പരസ്പര ബന്ധത്തെ കുട്ടിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ആശയം. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ കുറെ എലമെന്റുകൾ എടുക്കുകയാണ്.
ആ എലമെന്റുകൾ എടുത്തിട്ട് ഒരേ സാദൃശ്യമുള്ള സാധനം ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് പെഡഗോജിയിൽ ഒരു എക്സാം നടത്തുന്നു. ഉദാഹരണം പറയാണ്, ഇങ്ങനെയല്ല. പെഡഗോജിയിൽ ഒരു എക്സാം നടത്തുന്നു. അതിൻ്റെ അകത്ത് ഒരു കുട്ടിക്ക് 5 ചോദ്യങ്ങൾ തെറ്റുന്നു. ഈ 5 ചോദ്യങ്ങൾ തെറ്റുന്ന സമയത്ത് ഒരേ സ്വഭാവമുള്ള ചോദ്യങ്ങൾ എടുക്കാണ്. ഒരേ സ്വഭാവമുള്ള 5 കുട്ടികളെ തെറ്റിയ ചോദ്യങ്ങൾ ഒരേ സ്വഭാവത്തിൽ തെറ്റിയിട്ടുള്ള 5 കുട്ടികളെ എടുക്കാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് തെറ്റി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കുമല്ലോ. അതാണ്. അപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു വിഷയം എടുക്കുകയാണ്. ഇപ്പൊ പേന എടുക്കുകയാണ്. പേന എന്ന ആശയവുമായി ബന്ധപ്പെട്ട പേനയുടെ സവിശേഷതകൾ പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ അത് പേനയുമായി ബന്ധപ്പെട്ട ഒരു പേനയും ഒരു പെൻസിലും തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയാം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇതാണ് പ്രധാനമായിട്ട് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? പേനയും പെൻസിലും കണ്ടു കഴിഞ്ഞാൽ പേനയ്ക്കുള്ള എല്ലാ പ്രത്യേകതകളും പെൻസിലിനുണ്ട്. പക്ഷെ അത് തമ്മിൽ എന്താണ്, അതിൻ്റെ പേനയ്ക്ക് എന്താണ് പ്രത്യേകത? ഇങ്ക് നിറയ്ക്കും, പെൻസിലിന് ഉണ്ടാവൂല. അതിന് ഇങ്ക് നിറയ്ക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പെൻസിൽ കൊണ്ട് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് തഹ്ലീലി വൽ മുഖാറന, അനലൈസ് ചെയ്യുക, കമ്പാരിസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇതിന്റെ അകത്ത് അദ്ദേഹം ഒരു ആശയത്തിന് 5 ഘടകം ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഒരു പേരുണ്ട്, ഒരു ആശയത്തിന് ഒരു പേരുണ്ട്. അൽ അംസിലത്തുൽ ഈജാബിയ വ സൽബിയ, പോസിറ്റീവ് നെഗറ്റീവ് ഉദാഹരണങ്ങളുണ്ട്. അതേപോലെ തന്നെ ഉൽസാഫുൽ ലാസിമത്തി വ ഗൈറുൽ ലാസിമ, ആവശ്യമായതും അനാവശ്യമായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. ഖിയ്യമത്തുൻ വസ്ഫിയത്തുൻ, ഒരു മൂല്യമുണ്ട്. ഖായിദ, നിയമമുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിലും റൂണറിന്റെ എന്താണ് ഒരു സംഭവമാണ് എന്ത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഇക്തിസാബുൽ മആരിഫ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇനി അടുത്തതാണ് ഡേവിഡ് ഒസുബൽ കൊണ്ടുവന്നിട്ടുള്ള മുനല്ലിമാത്തുൽ മുത്തഖദ്ദിമ. മുനല്ലിമാത്തുൽ മുത്തഖദ്ദിമ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് ഏകദേശം അറിയാം. എങ്ങനെയാണെന്നറിയാം? നമ്മളിപ്പോ നമുക്ക് ഒരു കാര്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയായിരിക്കൂലെ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും, അതായത് ഇപ്പൊ ഒരു കുട്ടി ഇപ്പൊ സൈക്കിൾ ചോടാൻ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാന്ന് വെച്ചു. ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ എന്താ ഗുണം? ബൈക്ക് ബാലൻസ് കിട്ടത്തില്ലേ? കിട്ടൂലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പൊ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ഡിഗ്രിക്ക് പഠിച്ചതിന്റെ ജസ്റ്റ് എന്താണ് കുറച്ചുകൂടി ഡൈവേഴ്സ്ഡ് വേർഷൻ ആണ് പി ജിക്ക് പഠിക്കാം. അപ്പോൾ അധ്യാപകൻ ഇപ്പൊ ഇംറുൽ ഖൈസിനെ കുറിച്ച് പി ജി പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ജസ്റ്റ് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും. ഇംറുൽ ഖൈസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇംറുൽ ഖൈസിന്റെ മുഅല്ലഖ അതെല്ലാം അദ്ദേഹത്തിന്റെ കാമുകിയുടെ പേര് ഉനൈസയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുഅല്ലഖയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മുഅല്ലഖ പഠിക്കാം. എന്നിട്ട് എന്തെയും കിഫാ നബിക്ക് മിന്ദിക്കറ ഹബീബി വമൻസിലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെയും ഓരോന്ന് പറഞ്ഞു തരും. അപ്പൊ എന്താണ്, ഒരു കുട്ടിയെ ആ നോളജിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു ആശയം ഉണ്ടല്ലോ. നമ്മൾ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ തംഹീദ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ സംഭവമില്ലേ മുമ്പ് ഖത്വാത്ത് തദ്രീസിലെ, അതേപോലത്തെ ഒരു സാധനമാണ് മുനല്ലിമാത്തുൽ മുത്തഖദ്ദിമ എന്ന് പറയുന്നത്. തസ്തഖദമു ഫി അമലി തദ്രീസ്, നമ്മുടെ ടീച്ചിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ലിറുബത്തിൽ മആരിഫി തുല്ലാബിൽ മൗജൂദത്തി ബിൽ മൗദൂആത്തിൽ ജദീദ, കുട്ടിക്ക് നിലവിൽ അറിയാവുന്ന കാര്യത്തെ പുതിയൊരു കാര്യവുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുനല്ലിമാത്തുൽ മുത്തഖദ്ദിമ ഉപയോഗിക്കുന്നത്. അപ്പൊ വിസായിദ് തുല്ലാബി അലാ വളഇ അഫ്കാരിഹിം ഹസ്ബി ത്വരീഖതിഹിം ഖാസ, അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചിന്തയ്ക്കനുസരിച്ച് അത് ക്രമീകരിക്കാൻ സഹായിക്കും. അത് കുട്ടിക്ക് ഒരു സ്വതന്ത്ര ചിന്ത വിമർശനമൊക്കെ വളർത്തും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ് തദ്രീസുൽ ഇലാജി. എന്താണ് ഈ തദ്രീസുൽ ഇലാജി എന്ന് പറയാം? ഒന്ന് ആൻസർ ചെയ്യാൻ. അതിന്റെ മീനിങ് ഒന്നും ഞാൻ പറഞ്ഞു തരൂല. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാനാണ്.
എന്താണ് തദ്രീസുൽ ഇലാജി എന്നൊക്കെ ഞാൻ പിന്നീട് പറയും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാനാ. യെസ്, മുസാഅദത്തുൽ മുതഖല്ലിഫീന ഫി ദിറാസ. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എന്ത്, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതെന്താണ് മുസാഅത്ത് മുതഖല്ലിഫീന ഫി ദിറാസ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് എന്ത് തദ്രീസുൽ ഇലാജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വിദ്യാർത്ഥികളെ ഇവാലുവേറ്റ് ചെയ്യാനോ തദ്രീസുൽ മുതസാഇദിസ് ബഅദ സഅദി ദിറാസത്തിൽ അതെ സാധാരണ എന്താണ് സമയത്തിന് ശേഷം എന്താണ് അവരെ കൂടുതൽ പഠിപ്പിക്കുക എന്നുള്ളതോ, അതല്ലാതെ ഈ ക്ലാസ്സിലെ ഏറ്റവും നല്ല ഉയർന്ന വിദ്യാർത്ഥികളെ മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല റെമഡിയൽ ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ومجموعة من الإجراءات التي تنفيذها لتحسين أداء الطالب وتصحيح أو تصحيحه. ومجموعة من الإجراء ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ്. അല്ലതി തൻഫീദിഹ അത് നടപ്പിലാക്കുന്നു ലിതഹ്സീനി അദാഇ ത്വാലിബി ഔ തസഹ്ഹിഹി ഒരു കുട്ടിയുടെ പ്രകടനത്തെ, അദാ എന്ന് വെച്ചാൽ പ്രകടനത്തെ തഹ്സീൻ നന്നാക്കാനോ ഔ തസഹ്ഹഹ അത് ശരിയാക്കാനോ വേണ്ടിയിട്ട്, മെച്ചപ്പെടുത്താനോ എന്താണ് ശരിയാക്കാനോ വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയാം. സാധാരണ നോർമൽ ക്ലാസ് റൂമില് ഒരു അധ്യാപകൻ വിദ്യാർത്ഥി നേരിടുന്ന എന്താണ് ബുദ്ധിമുട്ടുകളെ അത് കുറയ്ക്കാൻ സഹായകരമാകാറുണ്ട് ഈ റെമഡിയൽ ടീച്ചിങ്. അതുകൊണ്ട് തന്നെ ലിമുസാഅദത്തി മുതഖല്ലിഫീന ഫി ദറാസ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഇത് സഹായിക്കുന്നുണ്ട്. യഖുമുൽ മുദദ്ദിസു ബിൽ അൻഷിതത്തിൽ ഇലാജിയ ബഅദ ഇക്തിശാഫി ഇല്ലത്തി തുല്ലാബ്. ഒരു കുട്ടിയുടെ അടുത്ത് പ്രശ്നമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അധ്യാപകൻ റെമഡിയൽ വർക്ക് കൊടുക്കൂല്ലേ. എന്റെ കുട്ടി പഠിച്ചിട്ടില്ല, എന്റെ കുട്ടിക്ക് ആ കാര്യം മനസ്സിലാവുന്നില്ല എന്ന് അധ്യാപകന് ഫീൽ ചെയ്താൽ അധ്യാപകൻ എന്ത് ചെയ്യും, റെമഡിയൽ ആക്ടിവിറ്റി കൊടുക്കും. പക്ഷെ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് അധ്യാപകനും തോന്നൂല, വിദ്യാർത്ഥികൾക്കും തോന്നൂല എനിക്ക് അറിഞ്ഞൂടാ, എന്റെ കുട്ടിക്ക് അറിഞ്ഞൂടാന്നല്ലേ. അതല്ലേ വസ്തുത? അങ്ങനെയല്ലേ? എന്റെ കുട്ടി, അധ്യാപകൻ അറിയില്ല എന്റെ കുട്ടി പഠിക്കുന്നുണ്ടോ ഇല്ലേന്ന്, വിദ്യാർത്ഥികൾ അറിഞ്ഞൂടാ ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ലേ. ഇപ്പോഴത്തെ കുറച്ചു കാലത്തുള്ള അധ്യാപകർക്ക് അങ്ങനെയല്ലേ? ആണോ അല്ലയോ? അതൊന്നും പറയൂല. എന്താണെന്നറിയോ, പറഞ്ഞാ വിചാരിക്കും നമ്മൾ അങ്ങനെയാണെന്ന് വിചാരിക്കും. നിങ്ങൾ പെട്ടില്ല, ആ ചോദ്യത്തിൽ പെട്ടില്ലേ? എന്റെ ചോദ്യം മനസ്സിലായോ ഹബീബ ടീച്ചറെ? നിസാ സാർ, എന്റെ ചോദ്യം മനസ്സിലായോ? മനസ്സിലായി. എന്ത് പറഞ്ഞാലും നമ്മൾ പെടുവല്ലേ, എന്ത് മറുപടി പറഞ്ഞാലും? ഓക്കെ. അത്തദ്രീസുൽ ഇലാജി യഖിഫു അലാ ഇമാദൈൻ. രണ്ട് ബേസിക് പ്രിൻസിപ്പിൾസിലാണ് ആക്ച്വലി തദ്രീസുൽ ഇലാജി ഉള്ളത്. ഒന്ന് തഷ്ഖീസ്, ഡയഗ്നോസ് ചെയ്യാന്ന് പറയും. എന്താ ഡയഗ്നോസിങ് എന്ന് വെച്ചാല്? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നുണ്ട്. മാദാ യഖിഫു അത്തദ്രീസുൽ ഇലാജി, ഇമാദൈൻ യഖിഫു തദ്രീസുൽ ഇലാജി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞ തദ്രീസുൽ ഇലാജി, അല്ലെങ്കിൽ എന്താണ് തഷ്ഖീസ് എന്ന് വെച്ചാൽ? നമ്മളൊരു ആശുപത്രി പോകുന്നു, ആശുപത്രി പോയിട്ട് എന്ത് ചെയ്യാണ്, ഡയഗ്നോസ് ചെയ്യുക അല്ലെ. ഒരു ആശുപത്രി പോകുന്നു, അസുഖം ഉണ്ടോന്ന് എന്ത് ചെയ്യുക, ആദ്യം പരിശോധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇലാജ് ട്രീറ്റ്മെന്റ് ചെയ്യണം അല്ലെ. പരിശോധിച്ച് കഴിഞ്ഞാൽ ഡയഗ്നോസ് ചെയ്തതിന് എന്ത് ചെയ്യണം, അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് കൊടുക്കണം. എന്റെ കുട്ടി പഠിച്ചില്ല, ഇല്ലത്താണ്, ആ അസുഖത്തിന് എന്ത് ചെയ്യണം, ഞാൻ ട്രീറ്റ്മെന്റ് കൊടുക്കണം, പഠിപ്പിക്കണം, അതെന്റെ ബാധ്യതയാണ്. മനസ്സിലായോ? കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ എന്ത് ചെയ്യും, ഇത് സ്വാധീനിക്കും. പണ്ട് അൽ മുർഷിദില് റെമഡിയൽ ബാച്ച് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ റെമഡിയൽ ബാച്ചിൽ ഞാനായിരുന്നു എന്റെ ലീഡർ. അപ്പൊ ഞങ്ങൾ ചെയ്ത ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും പഠിക്കുന്ന
5 കുട്ടികളെ ലീഡറാക്കി. ഏറ്റവും നന്നായി നല്ല കഴിവുള്ള ഒരു 5 കുട്ടികളെ ലീഡറാക്കി. എന്നിട്ട് ഏറ്റവും പഠിക്കാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? അതിന്റെ കൂട്ടത്തിലിട്ടു. ഈ കുട്ടിയുടെ പരിപാടി ബാക്കിയുള്ള പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. രസം എന്താണെന്നറിയോ? ഈ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലത്തെ പിള്ളേരാ. അതായത് ഒരു ടെസ്റ്റ് നടത്തുകയും ആ ടെസ്റ്റിൽ ഏറ്റവും പഠിക്കാത്ത കുട്ടികളെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്ത് പഠിപ്പിച്ചത് റെമഡിയൽ ബാച്ചിൽ. അതിൽ തന്നെ ഭേദമായിട്ടുള്ള ഒരു കുട്ടിയാണ് ലീഡറാക്കിയത്. ആ കുട്ടിയാണ് എന്ത് ചെയ്തത്? ബാക്കിയുള്ളവരെ പഠിപ്പിച്ചത്. രസം എന്ന് വെച്ചാൽ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ആ ബാച്ചിലുള്ള 96%, 40ഓളം കുട്ടികൾ, 50 കുട്ടികൾ ഉണ്ടായിരുന്ന 40ഓളം കുട്ടികൾ എന്ത് ചെയ്തു? 90ഓളം ശതമാനം, 80%-ലധികം കുട്ടികൾ എന്ത് ചെയ്തു? പാസ്സായി എന്നുള്ളതാണ്. അത് പണിയെടുത്തു, നല്ല പണിയെടുത്തു. ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 12:30, 1 മണി വരെയൊക്കെ എന്ത് ചെയ്തു? അവരിന്ന് ക്ലാസ് എടുത്ത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു രസം. അതൊക്കെ ഒരു പഴയ കാര്യമാണ്, നടക്കട്ടെ. അപ്പോ കുട്ടികളുടെ വ്യക്തി വ്യത്യാസത്തെ അത് സ്വാധീനിക്കുന്നതാണ്. ഇതിന്റെ ചോദ്യമാണ് അമലിയത്തൻ ഹാദിഫത്തൻ മുനല്ലിമ. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും ഒരു ഒബ്ജക്റ്റീവ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഹാദിഫ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്ഡ് ആണ്, വിഷൻഡ് ആണ്. മുനല്ലിമ സിസ്റ്റമാറ്റിക്കലി ആണ്. തത്തലമ്മനു അതിൽ ഉൾക്കൊള്ളുന്നു അൽ ഇജ്റാഅത്തി വൽ ഖറാറാത്ത്. കുറെ പ്രോസസ്സുകൾ ഉണ്ട്. വൽ ഖറാഅത്തുൽ അമലിയത്തുൽ ലാസിമ, അതേപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരുപാട് പഠന പ്രവർത്തനങ്ങളും ഉണ്ട്. ഉദ്ദേശിത വിദ്യാഭ്യാസ ലക്ഷ്യത്തിലേക്ക് എത്താൻ അത് സഹായിക്കുന്നുണ്ട്. അതായത് ഒരു അധ്യാപകൻ എത്തിച്ചേരേണ്ട ഇടമാണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയും. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? ഓർഗനൈസിങ് എന്ന് പറയോ, തഅലീം എന്ന് പറയോ, തഖ്തീത്ത് പ്ലാനിങ് എന്ന് പറയോ, തൻസീഖ് കോർത്തിണക്കൽ എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. മര്യാദയ്ക്ക് വായിച്ച് അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്തും. ഞാൻ തഖ്തീത്ത് എന്താന്ന് പറഞ്ഞു നിങ്ങൾക്ക്? ഞാൻ പ്ലാനിങ് എന്താന്ന് നിങ്ങളോട് പറഞ്ഞു തന്നോ? പക്ഷെ നിങ്ങൾ ഉത്തരം കണ്ടെത്തിയില്ലേ? കണ്ടെത്തിയോ? അതുകൊണ്ടാന്ന് വെച്ചാല് യെസ്, ദാറ്റ്സ് യുവർ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടെന്ന് അർത്ഥമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ. അൽ ഖളിയത്തുൽ മർക്കസിയ ഫി തഖ്തീത് തദ്രീസ്. ഇനി ഒരു ടീച്ചിങ് ലെസൺ, ടീച്ചിങ് പ്ലാനിങ് തയ്യാറാക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? തഹ്ഖീഖുൽ അഹ്ദാഫിൽ മവാദു തഅലീമിയ, ഇഹ്തിറാമി ശഖ്സിയത്തി ത്വാലിബി വ തഖബ്ബൽ അഫ്കാരിഹി, നഖ്ലുൽ മഅലൂമാത്തി വ തുറാസിൽ അൽ ജീലുൽ ജദീദ്, തഫ്ഈലി ദൗർ ത്വാലിബി ഫിൽ അമലിയത്തി തഅലീമിയ. ലേണിംഗ് കണ്ടന്റുകളുടെ ഒബ്ജക്റ്റീവ്സ് സാക്ഷാത്കരിക്കൽ, ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കലും അവരുടെ അഭിപ്രായങ്ങളെ പരിഗണിക്കലും, നമ്മുടെ ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു പുതിയൊരു സമൂഹത്തിലേക്ക് നോളജുകളെയും പൈതൃകങ്ങളെയും കൈമാറ്റം ചെയ്യലാണോ? അതല്ല പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയുടെ പങ്കിനെ പ്രയോഗിക്കലാണോ? എന്താണ് വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയാം? യെസ്, തഹ്ഖീഖുൽ അഹ്ദാഫിൽ മവാദ് തഅല്ലുമിയ, നമ്മുടെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണ്ടന്റിന്റെ ലക്ഷ്യത്തെ എന്ത് ചെയ്യുക? സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും എന്ത് വേണം? പ്ലാനിങ് വേണം, അല്ലെ? ഏതൊരു കാര്യത്തിന് പ്ലാനിങ് വേണം. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോ എനിക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെ ക്ലാസ് എടുക്കണമെന്ന്. ഇപ്പൊ എനിക്കറിയാം കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ 85 കുട്ടികളിൽ ക്ലാസ് എടുക്കുമ്പോൾ 5 പിള്ളേരുണ്ടാവും. ബാക്കി 80 കുട്ടികൾ എന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹു. ചിലപ്പോ അവരെന്ത് ചെയ്യും? മക്കളെ ഉറക്കുമായിരിക്കും, കൂടെ ഉമ്മായി ഉറങ്ങും, മോളും ഉറങ്ങും, ഇല്ലേ? ആ അവസ്ഥയിലാകൂല്ലേ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെങ്കിൽ. അതേസമയം 2-3 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാലോ അവര് തിരിച്ച് എൻ്റെ അടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരും. അതാണ് ഒരു വിഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ക്ലാസ് എഫക്റ്റീവായി നടപ്പിലാക്കണമെങ്കിൽ പ്ലാനിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്, വളരെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ എന്താണ് പ്ലാനിങ് എന്ന് നമ്മൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു ലക്ഷ്യത്തിലേക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകടന്ന ചിന്തയാണ് തഫ്കീർ മുസ്ബക്ക് എന്ന് വെച്ചാൽ മുമ്പേ വന്ന ഒരു ചിന്തയാണ്. എന്താണ്? ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. മനസ്സിലായോ?
യെസ് അമലുൽ മുനല്ലിമുൻ, അതേപോലെ തന്നെ എന്താണ് ഒരു ഇനി അമലുൽ മുനല്ലിമുൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അനിൽ ഇർത്തിജാലിയ, ഇർത്തിജാലിയ എന്ന് വെച്ചാൽ ഇംപ്രോവിസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ഇപ്പൊ ഞാന് ഒരു പ്ലാനിങ് ഇല്ലാതെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാനിതിപ്പോ നോക്കും, എനിക്ക് അപ്പൊ തോന്നിയത് എന്താണോ അതാണ് എന്ത് ചെയ്യുന്നത് ഉത്തരമായി പറയാ. ഞാൻ എന്താണോ കണ്ടെത്തുന്നത് അതാണ് എനിക്ക് ഉത്തരമായിട്ട് തോന്നുന്നത്. അപ്പൊ ഞാൻ അപ്പൊ അതങ്ങ് പറയാം. ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. മനസ്സിലായോ? മനസ്സിലായോ? ഇർത്തിജാലിയക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇർത്തിജാലിയത്തായിട്ട് ഒരു അധ്യാപകനെ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും, ഒരു ക്ലാസ് എടുക്കുക, ഒരു കാര്യം വായിച്ചു നോക്കാതെ തന്നെ കാണുമ്പോ തന്നെ അധ്യാപകന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ആക്ച്വലി അതൊരു സ്കില്ലല്ലേ? അല്ലേ? അതൊരു സ്കില്ലാണ്. പക്ഷെ എല്ലാവർക്കും ആ സ്കില്ല് ഇല്ലാത്ത ഒരാൾ പോയി ആ സ്കില്ല് അപ്ലൈ ചെയ്യാൻ നോക്കിക്കാൻ എന്ത് പറ്റും? വല്ലതും മനസ്സിലാവും? ഇല്ലല്ലോ. അതേപോലെ തന്നെ അഷ്വാഇയ എന്ന് പറയാം. അഷ്വാഇയ എന്ന് വെച്ചാൽ റാൻഡംനെസ് എന്ന് പറയാം. അതായത് നമ്മളൊരു സിസ്റ്റമാറ്റിക് അല്ല. അതിപ്പോ എന്താണ് മുഖദ്ദിമ പറയുന്നതിന് പകരം നമ്മള് ഖാത്തിമ പറയും. അതെന്തിലേക്ക് ചെത്തും? അദ്മുൽ വുളൂഹ്, വ്യക്തത ഇല്ലായ്മ. ഇതിലൊക്കെ എന്താണ് അധ്യാപകനെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന തഖ്തീത്ത് എന്ന് പറയാം. അതായത് അധ്യാപകൻ എന്ത് ചെയ്യാണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയണം. അല്ലാണ്ട് റാൻഡം ആയിട്ട് പറയുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തു ചാടി പറയുകയോ വ്യക്തത ഇല്ലാതെ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. യെസ്, അത് തന്നെയാണ് യജന്നിബുൽ ഇർത്തിജാലിയ വൽ മുമാർസത്തുൽ ഇഅ്തിബാത്തിയ. ഓക്കെ, അത് തന്നെയാണ് ഇംപ്രോവിസേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഇസൈദു അലാ തൗഫീറുൽ വഖത്ത്, സമയം ലാഭിക്കുന്നുണ്ട്, സമയം ലാഭിക്കുന്നുണ്ട് എന്ന് തഖ്തീത്ത്. അതുപോലെ തന്നെ അൽ യുവഫിറുൽ അംനുൻ നഫ്സി ലിൽ ഉസ്താദി വൽ മുതഅല്ലിമീന യുസഹിലു അമലിയത തഖ്ലീബി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കേട്ടോ. ഇതെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മനുഷ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട്, സമാധാനം വളർത്തുന്നുണ്ട്. യുവഫിറുൽ അംനുൽ നഫ്സി ലിൽ ഉസ്താദ്, ഉസ്താദിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മനസ്സിന് സമാധാനം കൊടുക്കുന്നുണ്ട്. വൽ മുതഅല്ലിമീൻ, ഉസ്താദിന് മാത്രമല്ല വിദ്യാർത്ഥികളോട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യുസഹിലു അമൽ തഖ്ലീബ്, അതേപോലെ തന്നെ ഇവാലുവേഷനും എളുപ്പമാക്കുന്നുണ്ട്. അതായത് നമ്മളൊരു പ്ലാൻ ഒക്കെ ചെയ്തിട്ടാണ് പഠിപ്പിക്കാൻ പോയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂലേ? ഇത് പെട്ടെന്ന് എടുത്തു ചാടി പഠിപ്പിക്കാണ്ട് ഇന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ മതി. അപ്പൊ ചിലപ്പോ കുട്ടിക്ക് ഡൗട്ട് വരും. ഡൗട്ട് വരുമ്പോ എനിക്കറിയാം, അവൻ ഡൗട്ട് ചോദിക്കട്ടെ, ഡൗട്ട് ചോദിച്ചാൽ ബാക്കി എങ്ങനെ പഠിപ്പിക്കാൻ നമുക്കറിയാം. മനസ്സിലായോ? മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ ഇനി ഒരു പ്ലാനിങ് തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പരിഗണിക്കണം. യുറായിൽ ഫുറുഖുൽ ഫർദിയ ബനത്തുള്ള, കുട്ടികൾക്കിടയിലുള്ള വ്യക്തി വ്യത്യാസങ്ങളെ എന്ത് ചെയ്യണം, പരിഗണിക്കണം. 2 അയകൂന തഖ്തീത്ത് വവാഫിഖുൽ ഖുബറാത്തി തുല്ലാബി സാബിക വ മുസ്തവ നമൂഹുൽ അഖ്ലി, കുട്ടികളുടെ എക്സ്പീരിയൻസിന് അനുയോജ്യമായിരിക്കണം. ഇപ്പൊ നമ്മള് ക്ലാസ് എടുക്കുന്നത് എത്രാം ക്ലാസ്സിലെ കുട്ടിക്കാ? 3-ാം ക്ലാസ്സിലെയോ 4-ാം ക്ലാസ്സിലെയോ ഒരു കുട്ടിക്കായിരിക്കും ക്ലാസ് എടുക്കുക. അവനിക്കൊരു ഷെയർ പഠിപ്പിക്കണമെങ്കിൽ മാക്സിമം ഒരു ദിവസം 1 ലൈനോ 2 ലൈനോ, ഏറി വന്നാൽ 3 ലൈന് പഠിപ്പിക്കാൻ പറ്റും, ഇല്ലേ? ഒരു കവിത വലിയൊരു കവിത പഠിപ്പിക്കണമെങ്കിൽ ഏറി വന്നാൽ 2-3 വരി, അതിൽ കൂടുതലും പഠിക്കാനെ കൊണ്ട് പറ്റില്ല. അഥവാ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തോന്നലാവും പഠിക്കുന്നുണ്ടെന്നുള്ളത്. ഒരു 5-ാം ക്ലാസ്സുകാരനോ 6-ാം ക്ലാസ്സുകാരനോ ഉണ്ടെങ്കിൽ 4 വരി അല്ലെങ്കിൽ 6 വരി എനിക്ക് പഠിക്കാൻ പറ്റും, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. ഇത് തന്നെയാണ് 8-ാം ക്ലാസ്സുകാരനും 9-ാം ക്ലാസ്സിന്റെ ഒക്കെ അവസ്ഥ. ചിലപ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ അധ്യാപകന്റെ സ്കിൽ അനുസരിച്ചിരിക്കും. ഇത് നമ്മൾ പരിഗണിക്കാതെ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് പഠിപ്പിക്കാൻ നിന്ന് തന്നെ വല്ല നടക്കോ? ഒന്നും നടക്കൂല. അതാണ് പറയുന്നത് യകൂന തഖ്തീദ് മുവാഫിഖുൽ ഖുബറത്തി തുല്ലാബി സബർ, കുട്ടികളുടെ പ്രീവിയസ് നോളജ് അനുസരിച്ചിരിക്കണം. നന്നായി അറബി അറിയുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പൊ മുസ്തവ നമൂഹുൽ അഖ്ലി, അതേപോലെ തന്നെ കേൾക്കുന്ന കുട്ടികളുടെ ബൗദ്ധിക നിലവാരത്തിനനുസരിച്ചിരിക്കണം.
എന്നോട് ആദ്യ പെഡഗോജി ക്ലാസ് എടുത്ത സമയത്ത് നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ സാറ് കുറച്ചുകൂടി, സാർ ക്ലാസ് ഓക്കെയാണ്, കുറച്ചുകൂടി സ്പീഡ് കുറച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി സ്പീഡ് കുറയ്ക്കണമെന്ന് മനസ്സിലായി. ഞാൻ നല്ല സ്പീഡ് കുറച്ച് എടുത്തപ്പോ നിങ്ങൾ പറഞ്ഞു സാറേ കുഴപ്പമില്ലായിരുന്നു, ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു. ഇല്ലേ? എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞവരുണ്ട്. യെസ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നിങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത് പഠിക്കാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ഏജ് ബേസ്ഡ് എന്താണ്, കുറച്ച് നോളജ് അക്വയർ ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നെക്കാൾ എത്രയോ കഴിവുള്ള അധ്യാപകരാണ് നിങ്ങൾ. പക്ഷെ എങ്കിൽ കൂടിയും എന്തുകൊണ്ടാണ് നമ്മുടെ ഏജ് എന്ന് പറയുന്ന സംഭവം വലിയൊരു പ്രശ്നമാണ്. അതേപോലെയാണ് കുട്ടികൾ എന്ന് പറയുന്ന ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയലുണ്ട്, യുവത്വം എന്ന് പറഞ്ഞ സംഭവം എന്താണ്, നിങ്ങൾ വെറുതെ നിസ്സാരമാക്കരുത്. കാരണം കുട്ടിക്ക് പറ്റാത്തൊരു കാര്യവും വാർദ്ധക്യം എത്തുന്ന സമയത്ത് ഒരാൾക്ക് പറ്റാത്തൊരു കാര്യം യുവത്വ കാലഘട്ടത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെ? അങ്ങനെയല്ലേ? ആപ്ലിക്കേഷൻ എപ്പോഴും സ്യൂട്ടബിൾ ആയിരിക്കണം. ഇനി ഒരു തഹ്തീത്തിന് ഉണ്ടാകുന്ന കുറച്ച് ടൂൾസുകളുണ്ട്. ഒന്ന് കരിക്കുലം, വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മൻഹജു ദിറാസ. കരിക്കുലം വേണം. അപ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് വേണം. ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള കരിക്കുലത്തിന്റെ അകത്തുള്ള കാര്യങ്ങളല്ലേ കുട്ടികൾ പഠിപ്പിക്കാം. ഇനി ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ല അഹ്ദാഫു തഅല്ലുമിയ, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വേണം. ഫിത്രത്ത് സമനിയ, പീരീഡ് വേണം. അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു പാഠം പഠിപ്പിക്കണം, അല്ല അമ്ന്, അതെന്താണ് വിശ്വസ്തത എന്ന് പറയുന്ന ഒരു പാഠം പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഔട്ട്കംസിലേക്ക് കുട്ടികൾ എത്തണമെങ്കിൽ അതിന് കരിക്കുലം വേണം, അത് പഠിപ്പിക്കണം, ടെക്സ്റ്റ് ബുക്ക് വേണം, അവന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് വേണം. മാത്രമല്ല നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഇത്ര പീരീഡിനുള്ളിൽ കുട്ടി എന്ത് ചെയ്യണം, ആ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യണം, നേടിയെടുക്കണം. ഇതൊക്കെ പ്ലാനിങ്ങിന്റെ അതുവാത്തുകളാണ്. മനസ്സിലായത്? സംഭവം മനസ്സിലായോ? നമ്മളൊരു ലെസൺ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് അധ്യാപകൻ നേരിടുന്നത് തൻലീമുൽ മവാദിൽ ലുഗവിയ, ഭാഷാപരമായിട്ടുള്ള കണ്ടന്റുകളെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നവാതിജു തഅല്ലുമിയ്യത്തുൽ മൻഷൂദ, അതായത് ഉദ്ദേശിത പഠന ലക്ഷ്യങ്ങളെ, ലേണിംഗ് ഔട്ട്കംസ് നോക്കുന്നുണ്ട്. അൽ ഇഹ്തിമാമി അല ദിക്കാഅത്തുൽ മുതഅദ്ദിദ. ദിക്കാഉൽ മുതഅദ്ദിദ എന്ന് വെച്ചാൽ എന്താ? ദിക്കാഉൽ മുതഅദ്ദിദ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. എന്താ ഈ പഠനത്തിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ള ഗുണം എന്താ? എന്താ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കൊണ്ടുള്ള പഠനത്തിലെ ഗുണം എന്താ? പല തരത്തിലുള്ള കുട്ടികൾ കാണൂലേ? ഉണ്ടാവൂലേ? ക്ലാസ്സിൽ എല്ലാവർക്കും ഒരേ ബുദ്ധിയാണോ? എങ്കിൽ ലോകമൊക്കെ നന്നായേനെ. ചില ക്ലാസ്സിൽ കാണും കേട്ടോ, ഒട്ടും പഠിക്കാത്ത കുട്ടികൾ എല്ലാവർക്കും ഒരേപോലെയാ. എന്നാ സാധാരണ ഒരു ക്ലാസ് റൂമിൽ എപ്പോഴും ഒട്ടും പഠിക്കാത്ത ഒരാളുണ്ടാവും, നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും, ആവറേജ് ഒരു കുട്ടി ഉണ്ടാവും. അപ്പൊ കുട്ടികളുടെ പ്രാധാന്യം നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യസ്ത ബുദ്ധി സവിശേഷതകൾ നമ്മൾ പരിഗണിക്കണം. അപ്പോ 2ഉം 3ഉമാണ്. അതായത് ഒന്ന് ലേണിംഗ് ഔട്ട്കംസിനെ പരിഗണിക്കണം, കുട്ടികളുടെ വ്യത്യസ്ത ഭൗതിക തലത്തെ പരിഗണിക്കണം. അധ്യാപകനെ എങ്ങനെയാണ് പ്ലാനിങ് സഹായിക്കുന്നത്? തഹദീദുൽ വഖ്തുൽ മുഹ്താജ്, ആവശ്യമായിട്ടുള്ള സമയത്തെ നിർണയിക്കുന്നുണ്ട്. അന്നമുൽ മിഹിനി, പ്രൊഫഷൻ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. അഥവാ നല്ല പ്ലാൻ ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ എന്ത് ചെയ്യും? എല്ലാവർക്കും ആവശ്യമുണ്ട്. പ്രൊഫഷൻ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഅ്ദാദുൽ വസാഇൽ തഅല്ലീമിയ, അതായത് നമ്മുടെ മൾട്ടിമീഡിയാസ് അല്ലെങ്കിൽ ലേണിംഗ് എയ്ഡുകൾ നിർണയിക്കാൻ ഈ പറയുന്ന പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആവശ്യമായ സമയം സ്വീകരിക്കാനും പ്രൊഫഷൻസ് വളർത്താനും വസായിൽ തഅലീമിയ നിർണയിക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നടപ്പിലാക്കുന്നുണ്ട്. ജമിഅ മാ ദുക്കിറ എന്നുള്ളതാണ്. ഇനി ഒരു ചോദ്യം, അപ്പൊ ഇത്രയും കാലം ഞാൻ തഖ്തീത്ത് പഠിപ്പിക്കുമ്പോൾ, തഖ്തീത്തൊക്കെ ഞാൻ കാറ്റഗറി 4 കാർക്ക് പഠിപ്പിക്കലുണ്ട്. അപ്പൊ അവർ എന്നോട് ചോദിച്ചിരുന്നു, സാറേ
ഞാൻ ഇതുവരെ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കാറ്റഗറി 4 ചോദിച്ചിട്ടില്ലല്ലോ ഈ സാധനം. സാറ് പിന്നെന്തിനാണ് ഞങ്ങൾ ഈ കുത്തിനരിച്ച് പഠിപ്പിക്കണത്? ഞാൻ പറഞ്ഞ പിള്ളേരെ പഠിപ്പിക്കാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, DL ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സാറെ ചോദ്യം കണ്ടിട്ടില്ല. ആയിക്കോട്ടെ, 2024 ഏപ്രിൽ എന്ത് പറ്റി? ചോദിച്ച്. മനസ്സിലായോ? എവിടെ നിന്നും എങ്ങനെ ഈ പെഡഗോജി ചോദിക്കാം? ഇന്ന ടോപ്പിക്കേ ചോദിക്കാവുള്ളൂന്നില്ല. പക്ഷെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, അത് കാണാതെ പഠിക്കണം. ഞാൻ അത് അവസാനം പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. നിർബന്ധമായിട്ടും പഠിച്ച ഒരു 6 ക്വസ്റ്റ്യനെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. തഖ്തീത്ത് യുസാഇദുൽ മുഅല്ലിം അലാ, അധ്യാപകനെ സഹായിക്കുന്നു. ഇഖ്തിയാരി അഫ്ളലി അസ്സാലിബി തദ്രീസ്, ഏറ്റവും നല്ല ടീച്ചിങ് സ്റ്റൈല് തിരഞ്ഞെടുക്കാൻ. മിറാഅത്തി സമൻ, സമയത്തെ പരിഗണിക്കാൻ. സിക്കത്തു ഫി നഫ്സിൽ മുഅല്ലിം, അധ്യാപകന്റെ മനസ്സിന് ഒരു സിക്കത്ത് ഉണ്ടാക്കാൻ. സിക്കത്ത് എന്ന് വെച്ചാൽ എന്താ? സിക്കത്ത് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ. ഇതെല്ലാം പറ്റൂലേ? കോൺഫിഡൻസിനൊക്കെ പറ്റൂലേ? ഓ, പിന്നെ പറ്റാത്തെന്താ? ഇനിയൊരു ചോദ്യം. ഷോർട്ട് ടൈം പ്ലാനിന് ഉദാഹരണം എന്താണ്? ഖുത്തത്തുൽ വഹദ, ഖുത്തത്തുൽ യൗമിയ, ഇജ്റാഅത്തുൽ മുസഖറ, തഅലീമുൽ മുസഖർ. മൈക്രോ ടീച്ചിങ് ആണോ? ഡെയിലി പ്ലാൻ ആണോ? സോറി, യൂണിറ്റ് പ്ലാൻ ആണോ? ഡെയിലി പ്ലാൻ ആണോ? ഇജ്റാഅത്തുൽ മുസഖറ മൈക്രോ പ്രോസസ്സുകളാണോ? മൈക്രോ ടീച്ചിങ് ആണോ? ഇതൊരു ചോദ്യത്തിന് ഉത്തരം വന്നത് ഖുത്തത്തുൽ യൗമിയ എന്നുള്ളതാണ്. അതായത് ഈ മൈക്രോ ടീച്ചിങ്ങിനെ നമ്മൾ സത്യത്തിൽ ആ പ്ലാനിങ്ങിന്റെ ഒരു സംഭവത്തിൽ നമ്മൾ കൂട്ടാറേ ഇല്ല. സത്യത്തിൽ ഖുത്തത്തുൽ യൗമിയയോ അല്ല ഈ പറഞ്ഞ ഖരീബുൽ മുദ എന്ന് പറയാം. ഖരീബുൽ മുദയിൽ പെട്ടത് തന്നെയാണ് ഡെയിലി പ്ലാൻ എന്ന് പറയാം. ഖുത്തത്തുൽ ഹിസ്സത്തിൻ വാഹിദ, ഒരു ക്ലാസ് പീരീഡിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടല്ലോ, മനസ്സിലായി? ഒരു ക്ലാസ് പീരീഡിന് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവൂലേ? അതാണ് ഏറ്റവും ഖരീബുൽ മുദ എന്ന് പറയാം. ഷോർട്ട് ടൈം പ്ലാനിങ്ങിന്റെ ഏറ്റവും ബെസ്റ്റ് അംസൽ ഉദാഹരണം, അംസിലത്തുൻ എന്താണ് ഏറ്റവും വലിയ ഉദാഹരണം ഏതാണ്? ഏറ്റവും നല്ല ഉദാഹരണം ഏതാണ്? ഖുത്തത്തുൽ ഹിസ്സത്തിൻ വാഹിദ. പിന്നെ ഒരു കാര്യം ചോദിക്കണേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യോ? അപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാ. മനസ്സിലായില്ലെങ്കിൽ അപ്പൊ ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കണം. ഞാൻ മൈക്ക് ഓഫ് ആക്കത്തൊന്നുമില്ല. ബഹളം ഉണ്ടാക്കാതിരുന്നാൽ മതി ക്ലാസ്സിന്, അത്രേ ഉള്ളൂ. അപ്പം തഖ്തീത്തിന്റെ അൻവാകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പരിഗണിക്കില്ല എന്ന് പറഞ്ഞില്ലേ, അതിന് കാരണം എന്താന്ന് പറയും? എന്താ മാഷേ? മൈക്രോ ടീച്ചിങ് ഈ ഗണത്തിൽ പെടുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതായത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ അധ്യാപക വിദ്യാർത്ഥികൾക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമാണ്. അവരുടെ പഠന പ്രവർത്തനങ്ങളെ നന്നാക്കാനൊന്നുമല്ല, അവരുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയാം. അത് ഇതുമായി റിലേറ്റബിൾ ആയിട്ട് നമ്മൾ ഒരിക്കലും ഇതിൽ അക്കാദമിക് രംഗത്ത് പറയാറില്ല. മനസ്സിലായോ? ഇപ്പൊ മൈക്രോ ടീച്ചിങ് എന്നുള്ള സാധനം BEd കഴിഞ്ഞ് നമുക്ക് ആവശ്യമുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ പ്രോസസ് ചെയ്യാറുണ്ടോ? ലത്തീഫ് മാഷേ, നമ്മളത് ചെയ്യാറുണ്ടോ? ഇല്ല. BEd ചെയ്ത പാടെ നമുക്കറിയാം അല്ലേ? അത് വേറെ കോമഡി. അപ്പൊ അതിനപ്പുറത്തേക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യാറുമില്ല. മനസ്സിലായല്ലോ? ഓക്കെ. പ്രധാനമായിട്ടും തഖ്തീത്ത് സഗീറുൽ മുദ ഷോർട്ട് ടൈം പ്ലാനിങ് ഉണ്ട്, മുത്തവസ്സിത്തുൽ മുദ മിഡിൽ ടൈം പ്ലാനിങ് ഉണ്ട്, ബഈദുൽ മുദ ഔ തഖ്തീത്ത് തവീൽ ലോങ് ടൈം പ്ലാനിങ് ഉണ്ട്. ഇപ്പൊ നമുക്ക് തഖ്തീത്തുൽ ഉസ്ബുഈ, തഖ്തീത്തുൽ യൗമി, തഖ്തീത്തുൽ ഹിസ്സത്ത് ദിറാസിയ, നമുക്ക് വീക്കെൻഡ് പ്ലാന്, അതേപോലെ തന്നെ ഡെയിലി പ്ലാന്, അതേപോലെ തന്നെ ഹിസ്സത്തിൻ ദിറാസിയ, ഒരു പീരീഡിനേക്കുള്ള പ്ലാനിങ് ഒക്കെ ആക്ച്വലി സഗീറുൽ മുദ ഷോർട്ട് ടൈം പ്ലാനിങ്ങിൽ വരുന്നതാണ്. ഇനി നമ്മള് തഖ്തീത്ത് തൗവീൽ ഔ ബഈദുൽ മുദ എന്ന് പറയുന്നത് ഒരു നീണ്ട പീരീഡ് കാലത്തിനേക്കുള്ള പ്ലാനിങ്ങിനാണ് തൗവീൽ എന്ന് പറയാം. തഖ്തീത്തു സനവി, നമ്മുടെ ഇയർ പ്ലാൻ ഉണ്ടല്ലോ, ഇയർ പ്ലാൻ ഒക്കെ നമുക്ക് ഉദാഹരണമാണ് ഇതിന് ഉദാഹരണമാണ്. ഇതിന്റെ ഒരു ചോദ്യം ഇങ്ങനെയാണ്, നമ്മൾ ഇയർ പ്ലാൻ എപ്പോഴാണ് തയ്യാറാക്കുക? അവസാനമാണോ? ഇയർ എൻഡിങ്ങിലാണോ? ഇയർ ഫസ്റ്റിലാണോ? ഇയർ മിഡിലാണോ?
ഫസ്റ്റില് ഇപ്പൊ മുമ്പ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയോ? എപ്പോഴാണ് തഹ്‌ഖീഖ് സനവി നടക്കുക? ഫിൽ ബിദായത്തി ആമദ് ദറാസി, ഫി നിഹായത്തുൽ ആമദ് ദറാസി, ഫി എന്താണ് മുത്തവസ്സിത്തുൽ ആമദ് ദറാസി, പിന്നെ ജമീഉ മാ ദുക്കിറ. ഇതായിരുന്നു ചോദ്യം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? തഹ്‌ഖീഖ് സനവി ഇയർ പ്ലാൻ എന്ന് കണ്ടു. അറിയാം, വാർഷിക പരീക്ഷ നടത്തുന്നത് മാർച്ചിലാണ്, അതുകൊണ്ട് എന്താണ് പ്ലാനിങ് നടക്കുന്നതും മാർച്ചിലാണ് എന്ന് വിചാരിച്ചു ചില ആൾക്കാർ കേട്ടോ, എന്നെ പോലത്തെ ചില ആൾക്കാർ. ഞാൻ അങ്ങനെ വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ സത്യത്തിൽ എങ്ങനെയാണ് സംഭവം? നമ്മള് ഒരു പ്ലാനിങ് നടത്തുന്നത് എപ്പോഴാ? വീട് വെച്ചതിന് ശേഷം പ്ലാൻ നടത്തോ? വീടെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം പ്ലാൻ വരയ്ക്കുമോന്ന്? ഇല്ല. ഇല്ല. ഈ അങ്ങനെ പ്ലാൻ വരയ്ക്കാൻ നിന്ന് തന്നെ വീടാവോ? ഇല്ല, വേറെ വല്ലതും ആവും. അപ്പോ തുടക്കത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാനിങ് ചെയ്യലുണ്ടാവുക. പിന്നെ തഖ്തീത്തുൽ ഫസ്ലി എന്ന് പറയുന്നത് എന്താണ്? യശ്തമിലു തൗസീഉൽ മുഖററ അലാ ശുഹൂരി വഅസാബിഉൽ ഫസ്ലു ദറാസി. ഇത് ക്ലാസ് പ്ലാനിങ് എന്താന്ന് പറയാണ്. അതായത് യശ്തമിലു, ഈ പറയുന്ന ക്ലാസ് പ്ലാനിങ്ങിലുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്, തൗസീഅ് എന്ന് വെച്ചാൽ നൽകാൻ എന്നാണ്. അൽ മുഖറർ, പറഞ്ഞോളൂ. ഇപ്പോ ഈ ഇയർ പ്ലാൻ എന്നുള്ളത് സ്കൂളുകളിൽ അധികം ഇപ്പോ ഉപയോഗിക്കുന്നില്ല. സാറ് നേരത്തെ പറഞ്ഞ തഖ്തീത്തുകളെല്ലാം ഉണ്ട്. ഇപ്പൊ ഈ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ആണ് പറയുന്നത്. അല്ല, ഇത് പണ്ട് കാലങ്ങളിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള ഒരു സാധനമാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായി. അക്കാദമിക് മാസ്റ്റർ പ്ലാൻ എന്നുള്ള പേരിലാണ് അത്, എനിക്കതറിയാം. പക്ഷെ അതിനെ നമ്മള് ജനറലി പറയുന്ന പേരാണ് എന്ത്? ഇയർ പ്ലാൻ എന്ന് പറയാം. മനസ്സിലായോ മാഷെ? അക്കാദമിക് മാസ്റ്റർ പ്ലാൻ നമ്മൾ പറയുമെങ്കിലും ജനറലി അത് എഡ്യൂക്കേഷൻ ടെർമിനോളജി ബേസ്ഡ് നമ്മൾ പറയുന്നത് ഇയർ പ്ലാൻ എന്നാണ്. ഓക്കെ, നമ്മളത് ഇപ്പൊ കോയിൻ ചെയ്തിട്ടുള്ള സാധനമാണ് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ? നമ്മുടെ SCERT പുറത്തിറക്കിയിട്ടുള്ള 12 മാസം ഏത് പഠിപ്പിക്കണം എന്നുള്ളത് നമ്മളതനുസരിച്ച് പഠിപ്പിക്കാറുണ്ടോ? ഉണ്ടോ? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. ഞാൻ ചിരിക്കുന്നുണ്ട്, അല്ലാഹ്ക്കറിയാം. ഇയർ പ്ലാനും മാസ്റ്റർ പ്ലാനും വ്യത്യാസമല്ലേ സാറ്? ഞാൻ അതിനെ കുറിച്ച് ഒന്നും കൂടി നോക്കിയിട്ട് പറയാം. ഇയർ പ്ലാനും മാസ്റ്റർ പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, എന്താണ് വ്യത്യാസം നമുക്ക് നോക്കിയിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇഷ്ടമില്ല തൗസീഉൽ മുഖററ അലാ ശുഹൂരിൻ, നമ്മുടെ മാസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കണ്ടന്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വസ്വാബിഇൻ, വീക്കുകളായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടന്റ് ഡെലിവർ ചെയ്യുന്നു. അഹ്ദാഫ് തദ്രീസ് ലികുല്ലി വഹദത്തിൻ ദിറാസിയത്തിൻ ഔ ഫിത്രത്തിൻ സമനിയ വൽ വസായിൽ മുഅയ്യന. മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഈ തഖ്തീത്തു എന്താണ്? ഈ തഖ്തീത്തു സനവിയില് ഇതാണ് ചോദ്യം. PSCക്കോ കേട്ടതിന് എന്തോ ചോദിച്ച ചോദ്യമാണ്. ഈ തഖ്തീത്തു സനവിയില് വസായിലു തദ്രീസിയ നമ്മൾ ഉൾപ്പെടുത്താറുണ്ടോ? സത്യത്തിലുണ്ടോ? വസായിലുകൾ ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന മൾട്ടിമീഡിയാസ്, അത് ആക്ച്വലി നമ്മുടെ ഇയർ പ്ലാൻ നമ്മൾ പറയാറുണ്ടോ? ഉണ്ടോ? ഇല്ല. പകരം ഏതിലാ പറയുന്നത്? തഖ്തീത്തുൽ ഫസ്ലിയിലാണ്. നന്നായിട്ട് മനസ്സിലാക്കണേ. ഇയർ പ്ലാൻ എന്ന് വസായിലുൽ മുഅയ്യന കണ്ടത് കൊണ്ട് അത് ഏതെങ്കിലും ഒന്നിൽ ഇറക്കി കുത്തരുത്. കൃത്യമായി പഠിക്കണം. തഖ്തീത്തുൽ ഫസ്ലിയിലാണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ തഖ്തീത്തു ഖരീബുൽ മുദ, അങ്ങനെ പഠിക്കാം അല്ലെ? ഷോർട്ട് ടൈം പ്ലാനിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം? വസായിലുൽ മുഅയ്യന ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. തഖ്തീത്തുൽ ഉസ്ബുഇ എന്ന് പറയാം, അല്ലെങ്കിൽ യൗമി എന്നും പറയാം. ഇപ്പൊ ഡെയിലി പ്ലാനിങ്, വീക്കെൻഡ് പ്ലാനിലൊക്കെ എന്ത് ചെയ്യാം? ചെറിയ ചെറിയ പാഠങ്ങൾ ഉൾപ്പെടുത്താം. ഓക്കെ. ഇഫ്തറൽ അസിഹു അൻ തഖ്തീത്ത് ദുറൂസിൽ യൗമിയ. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ കണ്ടോ, കാറ്റഗറി 4 ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ഡെയിലി പ്ലാനിങ്ങിനെ നമ്മൾ ഏത് രൂപത്തിലാ പറയുന്നത്? തൗവീലത്തുൽ മുദ എന്നാ പറയാ, ഖസീറത്തുൽ മുദ എന്നാ പറയാ, മുത്തവസ്സിത്തുൽ മുദ എന്നാ പറയോ? ഇതെല്ലാം പറയും. ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെ വെറുതെ പഠിപ്പിക്കുന്നതല്ല എന്ന് മനസ്സിലായ? ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഖസീറത്തുൽ മുദ ഷോർട്ട് ടൈം പ്ലാനിങ്ങിൽ പെട്ടതാണ്.
യജിരി തഖ്തീതു സനവി, ഇയർ പ്ലാൻ നടപ്പിലാക്കുന്നത് ബിദായത്തു സനത്തു ദറാസിയ, നിഹായത്തു സനത്തു ദറാസിയ, ഫിൽ ബിദായ വൻ നിഹായ ലിസനത്തു ദറാസിയ, അസ്നാ കുല്ല ഷഹർ, ബിറ്റ്വീൻ എവരി മന്ത്. യെസ്, എവിടെയാണ് ഫി ബിദായത്തി സനത്തു ദറാസിയ എന്നുള്ളതാണ്. ഇനി തഖ്തീത്തിന് കുറച്ച് മുക്കവ്വിനാത്തുകളുണ്ട്. ഒന്ന് മുക്കവ്വിനാത്തുൽ ഫന്നിയ ഉണ്ട്, മുക്കവ്വിനാത്ത് റൂട്ടീനിയ ഉണ്ട്. ഇത് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് മുക്കവ്വിനാത്തുൽ ഫന്നിയ എന്ന് വെച്ചാൽ ബേസിക് എലമെന്റ്സ് ആണ്. അതായത് ഒരു തഖ്തീത്തിന് പ്രധാനമായും വേണ്ട ഒരു ബേസിക്കലായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അഹ്ദാഫ്, ഒബ്ജക്റ്റുകൾ വേണം. നഷാത്താത്ത്, ആക്ടിവിറ്റികൾ വേണം. അഹ്ദാഫ്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വേണം. നഷാത്താത്ത്, ആക്ടിവിറ്റീസ് വേണം. വസായിലു തഅലീമിയ, എന്ത് വേണം? ആക്ടിവിറ്റി എയ്ഡുകൾ വേണം. അസാലിബ് തക്വീം, ഇവാലുവേഷൻ വേണം. ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്. എന്നാൽ സാധാരണ നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഖുത്തത്ത് ദറാസ് എഴുതുന്ന സമയത്ത് നമ്മൾ താരീഖ്, വക്ത്, ഉൻവാനു ദറസ്, സൊഫ്, മൗലു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതൂലേ? ഒരു സംഭവം ഇപ്പുറത്തെ എഴുതൂലേ? നിങ്ങൾ ദലീൽ തദ്രീസ് ചെയ്താറില്ലേ? ദലീൽ തദ്രീസ് ചെയ്താറില്ലേ? അപ്പൊ അതിനകത്ത് അറിയാലോ, താരീഖ്, വക്ത്, ഉൻവാന്, സൊഫ്, അദദ്, തുല്ലാബ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതൂലേ? അത് മുക്കവ്വിനാത്ത് റൂട്ടീനിയാണ്. ഫന്നിയായിട്ട് എഴുതുന്ന സാധനമാണ് അഹ്ദാഫ്, നശാത്ത്, വസായിൽ, തഅലീമിയ, അസാലിബ്, തക്വീൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. മിനൽ അനാസിരിൽ അസാസിയ ലി ഖുത്തത്തി ദറസ്, വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്താണ്? കിതാബത്തു തദ്രീബാത്ത്, ആക്ടിവിറ്റി റൈറ്റിംഗ്സ് ആണോ? തആറഫത്തുല്ല, കുട്ടികളെ മനസ്സിലാക്കലാണോ? ഖിറാഅത്തു ദറസ്, പഠനം എന്താണ്? ടെക്സ്റ്റ് ബുക്ക് വായിക്കലാണോ? തഹദീദുൽ അഹ്ദാഫ്, ഒബ്ജക്റ്റീവ്സ് നിർണ്ണയിക്കലാണോ? യെസ്, ഏതാണ്? ഒബ്ജക്റ്റീവ്സ് നിർണ്ണയിക്കലാണ്. ലൈസത്ത് മിനൽ അനാസിറുൽ റഈസിയ ലിഖുത്തത്തി ദറസ്, ഇസ്മുൽ മുഅല്ലിം, തക്വീം, അൽ അദ്വാത്തു തഅലീമിയ, അഹ്ദാഫു ദറസ്. യെസ്, ഇന്ന് കുട്ടികളോട് പറഞ്ഞൊരു കാര്യമാണ്. ഇന്നൊന്നോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴേ, സാറില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല സാറേ, ഞങ്ങൾ ChatGPT നോക്കി പഠിച്ചോളൂന്ന്. അങ്ങനെയുണ്ട് പിള്ളേർ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ. ഞാൻ പിള്ളേരോട് എന്തോ ഒരു കാര്യം പറഞ്ഞു, ഞാനുള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ, സാറില്ലാത്തതാ നല്ലത്, എന്താ ഞങ്ങൾ ChatGPT നോക്കി പഠിക്കും, ഇതാകുമ്പോ ക്ലാസ്സിൽ ഒന്ന് ഇരിക്കണ്ടേ, സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങണ്ടേന്ന് പറയും. അല്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര സംഭവം കേട്ടോ. അധ്യാപകന് പണ്ടും ഒരു റോളും ഇല്ല, ഇപ്പോഴും വലിയ റോളൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഭയങ്കര സംഭവം എന്നൊക്കെ പറയും, വെറുതെയാണ്. ഈ ഖുത്തത്ത് ദർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസൺ പ്ലാൻ. ഖുത്തത്ത് ദർസ് ഖയ്യിമത്തുൽ മിഫ്താഹ് തഅല്ലുമിൽ മുഫീദുൽ മുസീർ. ഇത് നിങ്ങൾ ജസ്റ്റ് ഈ പോയിന്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, ഇമ്പോർട്ടന്റ് ഒന്നും ഇല്ല. നമ്മൾ ലെസൺ പ്ലാൻ ഖുത്തത്ത് ദർസ് എന്ന് വെച്ചാൽ മീനിങ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇഖ്തറ തർത്തീബ സ്വഹീഹ്, ശരിയായ രൂപം തിരഞ്ഞെടുക്കുക. തഖ്തീത്തുൽ മുത്തക്കാമിൽ, കംപ്ലീറ്റ് പ്ലാനിങ്. തഖ്തീത്തുൽ വഹദ, യൂണിറ്റ് പ്ലാനിങ്. തഖ്തീത്തുൽ യൗം, ഡെയിലി പ്ലാനിങ്. അൻഷിദത്തു തഅലീമിയ, ലേണിംഗ് ആക്ടിവിറ്റീസ്. തഖ്തീത്തുൽ വഹദ, യൂണിറ്റ് പ്ലാൻ. തഖ്തീത്തുൽ മുത്തക്കാമിൽ, നമുക്ക് വേണമെങ്കിൽ ഇയർ പ്ലാൻ എന്ന് പറയാം. അൻഷിദത്തു തഅലീമിയ, തഖ്തീത്തുൽ യൗം. തഖ്തീത്തുൽ യൗം, അൻഷിദത്തു തഅലീമിയ, തഖ്തീത്തുൽ മുത്തക്കാമിൽ, തഖ്തീത്തുൽ വഹദ. അൻഷിദത്തു തഅലീമിയ, തഖ്തീത്തുൽ വഹദ, തഖ്തീത്തുൽ യൗം, തഖ്തീത്തുൽ മുത്തക്കാമിൽ. ടീച്ചറെ, ഹലോ. മുഷറ ബേഗം ടീച്ചറെ, ഈ പാവപ്പെട്ട പിള്ളേർക്ക് ഇത് എന്താ ഇങ്ങനെ ഓപ്ഷൻ എ റെഡിയായെന്ന് അറിയത്തില്ല ടീച്ചർ, ഒന്ന് പറഞ്ഞു കൊടുക്കോ? അതില് ആദ്യത്തെ തഖ്തീത്തുൽ മുത്തക്കാമിൽ എന്ന് വെച്ചാൽ വാർഷിക പ്ലാൻ തയ്യാറാക്കല്, മൊത്തത്തിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിൽ യൂണിറ്റ് അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ള അതെല്ലാം തയ്യാറാക്കല്. അടുത്തത് വഹദ, അതിലൊരു യൂണിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. യൂണിറ്റിൽ 5 പാഠങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഓരോന്നിന്റെയും അതായത് ഒരു യൂണിറ്റിൽ എന്തൊക്കെയുണ്ട്, അതിലെ ലക്ഷ്യങ്ങളും
പഠന നേട്ടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കല്. അടുത്ത തഖ്തീത്തുൽ യൗമിയ നമ്മൾ ഡെയിലി പ്ലാൻ തയ്യാറാക്കല്. അത് കഴിഞ്ഞിട്ട് അൻഷിത്തത്ത് താലീമിയ ഓരോ വർക്കുകൾ ഓരോ അൻഷിത്തന്റെ പ്രവർത്തനങ്ങൾ. എന്റെ ഒരു ചോദ്യം, ഈ തഖ്തീത്തുൽ വഹദ തയ്യാറാക്കുന്ന സമയത്ത് അൻഷിത്തത്ത് താലീമിയ തയ്യാറാക്കാൻ പറ്റൂലേ എന്നാണ് എന്റെ ചോദ്യം. ബുഷ്ര ടീച്ചർ തന്നെ പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ബുഷ്ര ടീച്ചർ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ ചോദിക്കട്ടെ? ടീച്ചർ എന്നാ ഇതുകൂടെ പറഞ്ഞോ, എങ്ങനെയാണ് അൻഷിത്തത്ത് താലീമിയ ഖുത്തത്തുൽ വഹദയിൽ വരാതെ തഖ്തീത്തുൽ യൗമിൽ വന്നെന്നൂടെ പറഞ്ഞു. ഖുത്തത്തുൽ യൗമിയയിൽ അൻഷിത്തത്ത് താലീമിയ വരും, പക്ഷെ അതിനെ നമ്മള് അത്രയും വിശദമായിട്ട് പറയില്ല സാറേ. അങ്ങനെയല്ല എന്റെ ചോദ്യം അതല്ല. തഖ്തീത്തുൽ വഹദ തയ്യാറാക്കുന്ന സമയത്ത് അൻഷിത്തത്ത് താലീമിയ പറയാതെ തഖ്തീത്തുൽ യൗമിന് ശേഷം അൻഷിത്തത്ത് താലീമിയ പറഞ്ഞതിന്റെ കാരണം എന്താണ് എന്റെ ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാനല്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചിന്തിക്കണം, എന്നാലേ ഇത് തെറ്റാതെ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കണം കേട്ടോ, പോസിറ്റീവായിട്ട് എടുക്കണേ ടീച്ചറെ. സാറ് തഖ്തീത്തുൽ യൗമിയ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം കൊടുക്കുന്ന വർക്കിന്റെ പ്ലാനിങ് ആണ്. പ്ലാൻ ചെയ്യുമ്പോൾ ഈ പ്രവർത്തനം ഏത് രീതിയിൽ കുട്ടിക്ക് എത്തിക്കാം, കുട്ടി എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യലാണ്. അപ്പം അതിനകത്ത് അൻഷിത്തം വരത്തില്ലേ? അൻഷിത്തം ഉണ്ടെങ്കിലല്ലേ അതെങ്ങനെ കൊടുക്കാന്നുള്ളത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ചോദ്യം അതല്ല ടീച്ചറെ, എന്റെ ചോദ്യം അതല്ല. ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ, ഇപ്പൊ ഡെയിലി കൊടുക്കുന്ന പ്ലാനിങ് ആണെന്ന് പറഞ്ഞില്ലേ? ഡെയിലി കൊടുക്കുന്ന പ്ലാനിങ് ആണെന്ന് പറഞ്ഞല്ലോ. ഞാൻ സമയം കളയാൻ വേണ്ടിയിട്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണതാണ്. ഈ തഖ്തീത്തുൽ മുത്തക്കാമിൽ ഇയർ പ്ലാനിങ് ഒരു പ്ലാനിങ് ആണല്ലോ. അവിടെ അൻഷിത്തത്ത് താലീമിയ പറയാണ്ട് എന്തുകൊണ്ട് ഖുത്തത്തുൽ യൗമിന് ശേഷം അൻഷിത്തത്ത് താലീമിയ പറഞ്ഞു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ അൻഷിത്തത്ത് താലീമിയ എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ കൊടുക്കുന്നതാണ് ഓരോ പ്രവർത്തനങ്ങൾ. അതായത് ഈ അൻഷിത്തത്ത് താലീമിയ എല്ലാത്തിലും കൊടുക്കാൻ പറ്റൂലല്ലോ സാറേ. ആദ്യത്തെ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇന്ന പ്രവർത്തനങ്ങൾ കൊടുക്കുന്നു എന്ന് നമുക്ക് ഈ ഇതിനകത്ത് ഫുള്ളായിട്ട് എഴുതാൻ പറ്റൂലല്ലോ. ഒരു വലിയൊരു ഇതായിട്ട് പോകത്തില്ലേ? അതൊരു കാരണമാണ്. ഇനി കുറച്ചുകൂടി ഞാൻ സിമ്പിൾ ആക്കിയത് പറഞ്ഞുതരാം. നമുക്കേ ഈ അൻഷിത്തത്ത് താലീമിയ എന്ന് പറയുന്നത് എല്ലാ ദിവസവും നടപ്പിലാക്കേണ്ട പ്രവർത്തനമാണ്. അത് ഓരോ ഡെയിലി ക്ലാസ്സിനനുസരിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അൻഷിത്തത്ത് താലീമിയ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോ നമ്മൾ ഒരു ഇയർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന അൻഷിത്തത്ത് താലീമിയ ആയിരിക്കത്തില്ല നമ്മൾ ലെസൺ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഉണ്ടാക്കാൻ. ഡെയിലി പ്ലാനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, നമുക്കത് കുറച്ചുകൂടി ചിന്തിച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ടീച്ചർ പറഞ്ഞത് കറക്റ്റ് ആണ്. നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടി ഞാൻ ഇത്രയും ഒന്ന് ഇതാക്കിയെന്നേ ഉള്ളൂ. ക്ലിയർ ആയോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. ഇഖ്തറ മിനൽ മജ്മുഅത്തിൽ ആതിയ മാ ലാ യുനള്ളിമു ഫിൽ മുഹാദസാത്തുൽ ലുഗവിയ്യ. ഈ മുഹാദസാത്തുൽ ലുഗവിയ്യ എന്ന് പറയും, അതിൽ പെടാത്തത് എന്താണ്? വർഷത്ത്, മുറാസലാത്ത്, കിസ്സത്ത്, മക്കാല. വർഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സിംബോസിയം എന്ന് പറയും. മുറാസലാത്ത് കത്തുകള്, കിസ്സ കഥ, മക്കാല ലെറ്റേഴ്സ്. ലേഖനാണ് വരുന്നത്. മക്കാല ലേഖനങ്ങൾ എന്നൊക്കെ പറയാം. ഉത്തരം വർഷയാണ്, സിംബോസിയം എന്നൊക്കെ പറയും. തഖ്താറുൽ മുഹാദസാത്തുൽ ലുഗവിയ്യ തബക്കൽ മുസ്തബത്ത് മുദരിസ് ഖാബിലത്ത് ഉംറത്ത് ദാരിസ് ജൗവുൽ ബിലാദ് ഉല്ല ഖത്താൻ. അധ്യാപകനനുസരിച്ചിരിക്കണം, വിദ്യാർത്ഥികളുടെ വയസ്സിനനുസരിച്ചിരിക്കണം, എന്താണ് രാജ്യത്തിന്റെ അവസ്ഥ പോലെ ഇരിക്കണം. എല്ലാം തെറ്റാണ്. കുട്ടികളുടെ വയസ്സിനനുസരിച്ചിരിക്കണം. മുഹാദസാത്തിൽ പെടാത്തത് തക്വീം, ഹിവാർ, മസ്റഹിയ, റിവായ. ഇവാലുവേഷൻ അതിൽ വരുന്നില്ല. പ്രധാനപ്പെട്ട കാര്യമാണ് വഹിദത്തുൽ ലുഗവിയ്യ നമ്മൾ പറയാറുണ്ട്. ലാംഗ്വേജ് ഡിസ്കോഴ്സസിനെ നമ്മൾ വഹിദത്തുൽ ലുഗവിയ്യ എന്നാ പറയാം. അപ്പൊ അതിൽ പെടുന്നതാണ് മുഫക്കിറ.
അതുപോലെ കിസ്സ, ഹിക്കായാത്ത്, ഷിഅർ, മക്കാല, ഖിത്വാബ, റിസാല, ഫഖാഹത്ത്, നുക്തത്ത്, സൂറത്ത്, മുൽസക്കത്ത്. മുൽസക്ക എന്ന് വെച്ചാൽ എന്താ? പോസ്റ്റേഴ്സ്, മൻഷൂറ, പബ്ലിക്കേഷൻസ്, ഇഅ്ലാൻ, അഡ്വർടൈസ്മെന്റുകൾ, ബയാൻ, വിശദീകരണങ്ങള്, മുദക്കറ, ഡയറികള്, ഇസ്തിമാറ. ഇസ്തിമാറ എന്താ? ഫോം. എന്താണ്? ബയോഡാറ്റ. പ്രസംഗങ്ങൾ, കാരിക്കച്ചേഴ്സ്, അതുപോലെ കിസ്സ മുസവ്വിറ, എന്താണ്? ഈ കഥ രൂപത്തിലുള്ള, ചിത്രരൂപത്തിലുള്ള കഥകൾ, തക്രീർ, എന്താണ്? റിപ്പോർട്ടുകൾ. ഇതെല്ലാം എന്തിൽപ്പെടുന്ന സാധനങ്ങളാണ്? മഹാദസാത്തുൽ വബിയിൽ പെടുന്നതാണ്. അൽ വഹിദത്തുൽ അദ്നാലി തവാസുൽ, കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? മുഫ്രദാത്ത്, ഹർഫ്, മുഹാദസാത്ത്, അഫ്കാർ. യെസ്. അതായത് ഈ കഥയും ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയാൻ എന്താണ്? സംസാരത്തിന്റെ ഏറ്റവും അപ്പർ ലിമിറ്റ് അല്ലേ? പദങ്ങളൊന്നും അല്ലല്ലോ, പകരം അതെല്ലാം കൂടി വെച്ചിട്ടുള്ള പൂർണ്ണമായ തലം അല്ലേ? യെസ്, മുഹാദസാത്ത് എന്നുള്ളതാണ്. അൽ മുനാദറ, ഡിബേറ്റ് എന്ന് പറഞ്ഞ സംഭവം, ഡിബേറ്റ് എന്ന് പറഞ്ഞ സാധനം, മിനൽ ഇസ്തിമാർ, അത് കേൾവിയുടെ ഒരു പ്രോസസ് ആണോ? ഹിബാർ, കോൺവെർസേഷന്റെ ഒരു സാധനമാണോ? കിതാബത്ത്, ഖിറാഅത്ത്. യെസ്. മുനാദറ, മുനാക്കഷ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഹിബാർ പോലത്തെ ഒരു സാധനമാണ് അല്ലേ? കോൺവെർസേഷൻ അല്ലേ മുനാദറ എന്നൊക്കെ പറയാ? യെസ്. മുഹാദസത്തൻ യഷ്തമിലു അലാ ഇദ്ദത്തി മുഹാസത്തിൻ അദാഇയത്തൻ വ തഹരീരിയ. അതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് വെച്ചാല് ഒരുപാട് റിട്ടണബിൾ ആയിട്ടുള്ളതും, തഹരീർ എന്ന് വെച്ചാൽ റിട്ടണബിൾ ആയിട്ടുള്ള, അദാഇ എന്ന് വെച്ചാൽ നമ്മള് പ്രയോഗിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുള്ള ഒരു മുഹാദസയാണ് ഈ പറയപ്പെട്ടവയിലൊന്നും. ഇത് എഴുതുകയും വേണം, അതേപോലെ തന്നെ അഭിനയിക്കുകയും വേണം. ഇത് ഏതാണ്? ഹിക്കായത്താണോ, കിസ്സയാണോ, മസ്റഹയാണോ, ഹിബാറാണോ? മസ്റഹിയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട തഖ്തീത്തും മുഹാദസാത്തുകളും തഅലീമുൽ ഇലാജിയും ഒക്കെയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തഖ്വീം ആയിരിക്കും കൂടുതൽ പഠിക്കാൻ ഇൻഷാ അല്ലാഹ് ശ്രമിക്കാം. ശേഷം ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, വസായിലത്തെ അലീമ പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത ക്ലാസ്സിൽ തന്നെ മാക്സിമം അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ശുക്രൻ ജസീലൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.